Good morning, ladies and gentlemen. Welcome to your favorite. Hello, ladies and gentlemen. അപ്പോൾ ഇന്നലെ ഞാൻ ലൈവ് പോയപ്പം ഒരു പയ്യൻ, ദുബായിലുള്ളൊരു പയ്യൻ എൻ്റെ അടുത്തൊരു ചോദ്യം ചോദിച്ചു, 2500 ദിർഹത്തിന് താഴെയുള്ള ഒരു നല്ല ഫോൺ പറഞ്ഞു തരാമോ? അപ്പം ഞാൻ ഓൾറെഡി ഇതിൻ്റെ ഒരു ഷോർട്സ് ഇട്ട് ഇപ്പോഴും അങ്ങനത്തെ ഒരു ചോദ്യം ചോദിക്കണമെങ്കിൽ ലോങ് ഫോർമാറ്റിലും കൂടെ ഒരു ഡീറ്റെയിൽ ആയിട്ടൊരു കാര്യം പറയാമെന്ന് വിചാരിച്ച് ഈ ഫോണാണ് എനിക്ക് പറയാനുള്ളത്. ഷവമിയുടെ 15T Pro. നമ്മളെ നാട്ടിൽ ഈ ഫോൺ അവൈലബിൾ അല്ല. ഇതിൻ്റെ 15Tയും ഉണ്ട്, 15T Proയും ഉണ്ട്. രണ്ടും നല്ല ഫോണുകളാണ്. എനിക്ക് കിട്ടിയത് 15T Pro ആണ്. ആൻഡ് ഐ ഫീൽ ദിസ് ഇസ് എ റിയലി ഗുഡ് ഫോൺ ഫോർ ദ പ്രൈസ്. പിന്നെ ടിപ്പിക്കൽ നമ്മുടെ ഷവമി 15 പോലെ ഒരു ചെറിയ ഫോണല്ല, 6.8 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ ആണ് വരുന്നത്. നല്ലൊരു ഫോൺ കേട്ടോ. ഞാൻ വളരെ ഈസി ആയിട്ട് പറയുകയാണെങ്കിൽ ഇറ്റ് ഹാസ് എവറിത്തിങ് ഒരു നോർമൽ മനുഷ്യൻ ചിന്തിക്കുന്ന എല്ലാ സ്പെക്കും കാര്യങ്ങളും ഒക്കെ ഉള്ള ഒരു ഫോണായിട്ടാണ് എനിക്കിത് ഫീൽ ചെയ്തത്. മോശം പറയാനോ അല്ലെങ്കിൽ ഇവരാകെ കോസ്റ്റ് കട്ട് ചെയ്തിട്ടുള്ള 2 സ്ഥലങ്ങളെന്ന് പറഞ്ഞാൽ, ഒന്ന് ഫിംഗർ പ്രിൻറ്റ് സ്കാനർ ഒപ്റ്റിക്കലാണ്, നമ്മുടെ അൾട്രാസോണിക് അല്ല. രണ്ടാമത്തത് 12 മെഗാ പിക്സലിൻ്റെ അൾട്രാ വൈഡാണ് അവർ കൊടുത്തേക്കുന്നത്. മറ്റത് ഷവമി യൂഷ്വലി 50-ൻ്റെ 3 സെൻസർ കൊടുക്കും, ഇതിൽ 12 മെഗാ പിക്സൽ അൾട്രാ വൈഡ് കൊടുത്ത്. ബിക്കോസ് പൊതുവേ അധികം ആരും അൾട്രാ വൈഡ് എടുക്കാറില്ല. അൾട്രാ വൈഡ് വെച്ച് ആൾക്കാർ പൊതുവേ ഫോട്ടോ എടുക്കുന്നത് ഈ പറയുന്ന ലാൻഡ്സ്കേപ്പ് എടുക്കാനാണ്, അതായത് ഒരു മല, കാട്, ബിൽഡിങ്, ഇങ്ങനത്തെ സാധനങ്ങൾ എടുക്കാനാണ്. ഹ്യൂമൻ ഒരു ഗ്രൂപ്പ് ഫോട്ടോയൊക്കെ അൾട്രാ വൈഡൊക്കെ ഇട്ട് എടുക്കുന്നത് ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. ഒരു പക്ഷേ നിങ്ങളിങ്ങനെ ഒരു വലിയൊരു സ്റ്റാച്യൂവിൻ്റെ താഴെ നിൽക്കുക അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. അപ്പോൾ ഇത് രണ്ടിലുമാണ് അവർ കോസ്റ്റ് കട്ട് ചെയ്തേക്കുന്നത്. ഡിസ്പ്ലേ പറ്റി പറയാനാണെങ്കിൽ ഫ്ലാറ്റ് ഡിസ്പ്ലേ ആണ് വരുന്നത്, 6.8 ഇഞ്ചസിൻ്റെ ഡിസ്പ്ലേ ആണ്. ഡോൾബി വിഷൻ HDR10+ ആണ് സപ്പോർട്ട് വരുന്നത്. 144 ഹെർട്സിൻ്റെ നേറ്റീവ് റിഫ്രഷ് റേറ്റ് ആണ് വരുന്നത്. അൾട്രാ സ്മൂത്ത്. ആൻഡ് പിന്നെന്താ 2500 നിറ്റ്സ്, 3500 നിറ്റ്സാണ് വരുന്നത്. 3850 ഹെർട്സിൻ്റെ PWM ഡിമ്മിങ്, മറ്റേ രാത്രി കാണുന്ന സമയത്ത് മറ്റേ ഫ്ലിക്കറിങ് അവോയ്ഡ് ചെയ്യുന്ന സാധനം. ഫ്ലാറ്റ് ഡിസ്പ്ലേ ആണ് വരുന്നത്. എന്ത് പറയേണ്ട, ഡിസ്പ്ലേ അടിപൊളിയാണ്. AMOLED പാനലാണ്, അടിപൊളി, നല്ല കളർ ആക്യുറേറ്റഡ് ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ തന്നെയാണ് അവർ കൊടുത്തിരിക്കുന്നത്. മെറ്റാലിക് ബോഡിയാണ് വരുന്നത്. മെറ്റാലിക് ബോഡി, ബാക്കിൽ മാറ്റ് ഫിനിഷ് ഗ്ലാസ് ആണ് വരുന്നത്. ഇതിൻ്റെ ബ്ലാക്ക് ഉണ്ട്, ഗ്രേ ഉണ്ട്, പിന്നെ ഒരു മോക്ക ഗോൾഡ് എന്ന് പറഞ്ഞിട്ടൊരു കളറുണ്ട് കേട്ടോ. പൊള്ളി സാധനം അത്, മോക്ക ഗോൾഡ്. പിന്നെ USB 3.2 ആണ് സപ്പോർട്ട് വരുന്നത്. സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഉണ്ട്, eSIM സപ്പോർട്ടുണ്ട്, NFC ഉണ്ട്, ഡ്യുവൽ സിം കാർഡാണ് വരുന്നത്. പെർഫോമൻസിനെ പറ്റി പറയാനാണെങ്കിൽ MediaTek Dimensity 9400+ൻ്റെ ചിപ്സെറ്റാണ് വരുന്നത്. ട്രസ്റ്റ് മീ, ഇറ്റ്സ് എ ഡാം ഗുഡ് ചിപ്സെറ്റ്. നിങ്ങൾക്ക് ഏത് ഗെയിം, അതിപ്പം നമ്മുടെ ഗ്രിഡ് ലെജൻഡ് ആയിക്കോട്ടെ, പ്രിൻസ് ഓഫ് പേർഷ്യ ആയിക്കോട്ടെ, ഇതിൽ ജെൻഷൻ ഇമ്പാക്റ്റ് ആയിക്കോട്ടെ, ഞാൻ കളിച്ചില്ല, എല്ലാ കളിയും ഇതിൽ വർക്കാവും, ഒരു കുഴപ്പമില്ല. നമ്മളെ മറ്റേ റീല് കാണാനും, വാട്സാപ്പ് വീഡിയോ കോൾ ചെയ്യാനും, ബോട്ടിമിൽ വീഡിയോ കോൾ ചെയ്യാനും, പിന്നെന്തൊരു ഫേസ്ബുക്ക് നോക്കാനും, യൂട്യൂബ് കാണാനും ഒക്കെ ഒരു കുഴപ്പമില്ലാത്ത ഒരു ചിപ്സെറ്റാണ് ഇവർ കൊടുത്തേക്കുന്നത്. സ്റ്റീരിയോ സ്പീക്കർ വേണേൽ ക്യാപിച്ച് തരാം. അതാണ് സ്റ്റീരിയോ സ്പീക്കർ. സ്റ്റീരിയോ സ്പീക്കർ തന്നെയാണ് കേട്ടോ. വോളിയം മ്യൂസിക് താഴെ. അപ്പോൾ ആ ഒരു വിഷയമില്ല. പിന്നെ HyperOS ആണ് വരുന്നത്. HyperOS Android 15 വെച്ചിട്ടാണ് വരുന്നത്. 4 വർഷത്തെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റും 5 വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ചെയ്യേണ്ട 2 കാര്യങ്ങളുണ്ട്. അത്യാവശ്യം കുറച്ച് ബ്ലോട്ട് വെയർസ് ഉണ്ട്, അതൊക്കെ നമുക്ക് കുത്തിയിരുന്ന് ഡിലീറ്റ് ചെയ്ത് കളയാൻ പറ്റും. എന്നാൽ അധികം ബ്ലോട്ട് വെയർസ് ഇല്ല. ആകെപ്പാടുണ്ട് ഈ മോർ ആപ്സിലുള്ള ആമസോൺ, ടിക്ടോക്ക്, WP ഓഫീസ്, ലിങ്ക്ഡിൻ, സ്പോട്ടിഫൈ, ലൈക്ക് എന്ന് പറഞ്ഞ സാധനം, ഇതൊക്കെ ഉള്ളൂ കേട്ടോ. പിന്നെ ഗെറ്റ് ആപ്പ്, മീ ഹോം, അങ്ങനത്തെ കുറേ സാധനങ്ങൾ, ഗൂഗിളിൻ്റെ ആപ്സ്, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് പ്രീ ബിൽട്ട് ആയിട്ട് വരുന്നുള്ളൂ. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്ത് കളയാം. പിന്നെ ആഡ്സ് വരുന്ന സമയത്ത് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് പറയാം, നേരെ ഇതങ്ങ് അടിച്ചു കഴിഞ്ഞാൽ, ഇതാ ഇവിടെ പ്രൈവറ്റ് DNS, ഇപ്പോൾ ഇത് അടിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം ആഡ്സും ബ്ലോക്ക് ആവും. ഇത്രയും ചെയ്യുക, അതോടെ നിങ്ങളുടെ സോഫ്റ്റ്വെയർ ക്ലീൻ ആവും. വളരെ സ്മൂത്ത് ആൻഡ് സ്നാപ്പിയാണ്. പെട്ടെന്നൊക്കെ ഓപ്പണിങ് ആൻഡ് ക്ലോസിങ് ഓഫ് ആപ്സൊക്കെ ഭയങ്കര ഫാസ്റ്റ് തന്നെയാണ്. യാതൊരു രീതിയിലുള്ള പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെന്താ, ചിപ്സെറ്റ് ഇസ് വെരി നൈസ്. പിന്നെ നമുക്ക് ക്യാമറയെ പറ്റി പറയാനാണെങ്കിൽ ഫ്രണ്ട് 32 മെഗാ പിക്സലിൻ്റെ ക്യാമറയാണ് പറഞ്ഞാൽ 4K വീഡിയോ റെക്കോർഡിംഗ് ഉണ്ട്. 4K 30-ലാണ് നിങ്ങൾ വീഡിയോ ഒക്കെ എടുക്കാം, നല്ല അത്യാവശ്യം സെൽഫി എടുക്കാം. ഹലോ ഗൈസ്, ഇതാണ് നമ്മുടെ Xiaomi 15T Proൻ്റെ ഫ്രണ്ട് ക്യാമറ. 32 മെഗാ പിക്സൽ വെച്ചെടുക്കുന്ന വീഡിയോ ആണ് നിങ്ങൾ കാണുന്നത്.
32 മെഗാ പിക്സൽ അല്ല 12 മെഗാ പിക്സലോട്ട് ബിൻ ചെയ്യും. അതൊക്കെ അവിടെ കിടക്കട്ടെ, നിങ്ങൾക്കൊക്കെ അറിയാം അതിനെപ്പറ്റി. എന്തിനാണെങ്കിലും ഇതാണ് ക്ലാരിറ്റി. 4K 30 FPS വരെ നമുക്ക് എടുക്കാൻ പറ്റും. 60 ഇല്ലെന്ന് തോന്നുന്നു കേട്ടോ, ഒരു മിനിറ്റ്. അതെ 4K 60 ഇല്ല, 4K 30 ഉള്ളൂ. ബാക്കിൽ ഇങ്ങനത്തെ ഒരു ലൈറ്റ് പരിപാടിയാണെങ്കിൽ നല്ല രീതിയിൽ ബ്ലോൺ ഔട്ടാണ്, ഒന്നും ചെയ്യാൻ പറ്റൂല. ബട്ട് അഗെയിൻ നമ്മുടെ ഫേസ് ലിറ്റപ്പാണ്. അപ്പോൾ നിങ്ങൾക്ക് വ്ളോഗ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ എടുക്കുക. ബാക്ക് ക്യാമറ ഞാൻ കാണിച്ചു തരാം. ബാക്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അൾട്രാ വൈഡിൻ്റെ 12 മെഗാ പിക്സൽ, നോർമൽ OIS ഉള്ള ഒരു 50 മെഗാ പിക്സലിൻ്റെ ഒരു സെൻസറും, പിന്നെ ഒരു 50 മെഗാ പിക്സലിൻ്റെ 5x ഒപ്റ്റിക്കലാണ്. 3.2x ഒന്നുമല്ല, 5x ഒപ്റ്റിക്കൽ. അത് ലൈക്കയുടെ സുമിലെക്സ് ലെൻസുമാണ്, ലൈക്കയുടെ കളേഴ്സുമാണ് വരുന്നത്. ലൈക്കയുടെ കളേഴ്സുമാണ് വരുന്നത്. നിങ്ങൾക്ക് നല്ല കിടിലം പോർട്രേറ്റ്സ് ആണെങ്കിലും അല്ലാത്ത മറ്റേ 50 മെഗാ പിക്സലിൻ്റെ വൈഡ് വെച്ചിട്ട് എടുക്കുന്ന ഫോട്ടോസൊക്കെ നല്ല HDR ഫോട്ടോസൊക്കെ എടുക്കാം. ഈവൻ നൈറ്റ് ഫോട്ടോസും അടിപൊളി തന്നെയാണ്. പക്ഷേ നൈറ്റിൽ നമ്മൾ പോർട്രേറ്റ്, അതായത് 5x യൂസ് ചെയ്യുന്ന സമയത്ത് f3.0 ആണ് വരുന്നത്. അതായത് അപ്പർച്ചർ കുറച്ച് ചെറുതാണ്. അപ്പം അത്യാവശ്യം നല്ല രാത്രിയൊക്കെ ഫോട്ടോ എടുക്കുമ്പോൾ നല്ല ലൈറ്റിംഗ് ഒക്കെ ഉള്ള കണ്ടീഷനിൽ അത്യാവശ്യം നൈസ്. ഞാൻ ഫോർ എക്സാമ്പിൾ നമ്മുടെ നൊമാഡിയനെ ഇരുത്തിക്കൊണ്ടൊരു ഫോട്ടോ എടുത്തായിരുന്നു. നൈസായിട്ട് വന്നിരുന്നു. അയ്യോ, കാരണം ആ ഫോട്ടോ എത്തി രസമെന്നുണ്ട്. പക്ഷെ നമ്മൾ ജസ്റ്റ് സൂം ഇൻ ചെയ്യുമ്പോൾ ഇവർ അത്ര ഷാർപ്പല്ല, മനസ്സിലായി? അതാണ് ഇത് ഈ ഒരു ഫോട്ടോ. പക്ഷേ നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഇടാനായിട്ടുള്ള ഇങ്ങനത്തെയൊക്കെ ഫോട്ടോസൊക്കെ നമുക്ക് രാത്രിയൊക്കെ എടുക്കാനൊക്കെ പറ്റും. ആ പോർട്രേറ്റ് ഷോട്ട് ക്യാമറ വെച്ചിട്ട്. പിന്നെ ലൈക്കയുടെ 2 ഇതാണ് വരുന്നത്, ലൈക്ക ഒത്തൻറ്റിക്കും ലൈക്ക വൈബ്രൻറ്റും. വൈബ്രൻറ്റ് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ കളർ ടോൺ വരുന്ന ഒരു കളർ പ്രൊഫൈലാണ്. പിന്നെ പോർട്രേറ്റ് ഷോട്ട്സിൽ ഞാൻ പറയാം 1x 2x 5x അങ്ങനെ. പിന്നെ നമുക്ക് വീഡിയോ എടുക്കാം. ബാക്കിൽ വെച്ചിട്ട് നമുക്ക് 4K 60 4K 120 FPS സപ്പോർട്ട് വരുന്നുണ്ട്. 8K 30 FPS സപ്പോർട്ട് വരുന്നുണ്ട്. സോ 4K 120 ഇട്ട് കഴിഞ്ഞാൽ എന്നുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ മെയിൻ 50 മെഗാ പിക്സലിൻ്റെ ഒരു സെൻസറുണ്ട്, അത് വെച്ച് മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. അപ്പം നമ്മൾ ഇത് വെച്ചിട്ട് സൂമിൻ ചെയ്യുമ്പോൾ നിങ്ങൾ വിചാരിക്കില്ല നമ്മൾ ഒപ്റ്റിക്കലിലോട്ട് പോകുന്നു, ഒരിക്കലുമില്ല. ഈ പറയുന്ന മാക്സിമം 5x ഒക്കെ ഇല്ലേ, ഇതുവരെ അവരെ ഡിജിറ്റൽ സൂമാണ് മെയിൻ 50 മെഗാ പിക്സലിൻ്റെ സെൻസറിൽ, അല്ലാതെ സ്വിച്ചിങ് ബിറ്റ്വീൻ ദ സെൻസർ ഇല്ല. ബാക്ക് ക്യാമറയുടെ ക്ലാരിറ്റി ഇങ്ങനെയാണ്. നിങ്ങൾക്ക് 50 മെഗാ പിക്സലിൽ ഇങ്ങനെ എടുക്കാം. 12 മെഗാ പിക്സലിലും 4K ഉണ്ട് ഗൈസ്. ഞാൻ ഇപ്പോൾ കാണിച്ചത് ഈ കാണുന്നത് 12 മെഗാ പിക്സലിൽ എടുക്കുന്ന വീഡിയോ ആണ്. പക്ഷേ 12 മെഗാ പിക്സൽ ആയതുകൊണ്ടും അധികം ക്ലാരിറ്റിയോ ഡീറ്റെയിലിങ്ങോ ഒന്നും കാണത്തില്ല ഈവൻ വീഡിയോയ്ക്കും. സോ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ മറ്റേ ഇതിൽ എടുത്തിട്ട് കുറച്ച് കൈ നീട്ടി പിടിച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം ലോകം മൊത്തം കിട്ടും. ബാക്കിൽ ലൈറ്റ് വന്നു കഴിഞ്ഞാൽ അതുകൊണ്ട് ഇങ്ങനെ ആയിരിക്കും ഹൈലൈറ്റ് കൺട്രോൾ ചെയ്യുന്നത്. ഇത് കുറച്ചും കൂടെ ഒരു ഇരുണ്ട അവസ്ഥയായി. ഒരു വൈകുന്നേരം ആയപ്പം ലൈറ്റ് അധികം കുറവാണ്. പക്ഷെ ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ അത്യാവശ്യം നൈസ് ക്വാളിറ്റിയാണ് കേട്ടോ. ജിങ്ക അല്ല, ഇപ്പോൾ ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ അത്യാവശ്യം പെട്രോൾ വെളിച്ചമൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു ക്ലാരിറ്റിയിലൊക്കെ കിട്ടും ഇവിടെ. പിന്നെ നമുക്ക് നിന്നിപ്പിൽ 2x 5xലോട്ടൊക്കെ പോവാം. 5x ഒപ്റ്റിക്കൽ ആയതുകൊണ്ട് നമുക്ക് ഈ ഒരു ക്ലാരിറ്റിയിൽ എടുക്കാൻ പറ്റും. പക്ഷേ f3.0 ആയതുകൊണ്ട് ഡീറ്റെയിലിങ് ലോ ലൈറ്റിൽ കുറവായിരിക്കും. സോ യാ, ഇതേപോലെ വീഡിയോയിൽ നമുക്ക് പ്രോയിൽ നമുക്ക് പ്രോ വീഡിയോ സപ്പോർട്ട് വരുന്നുണ്ട്, ഫോട്ടോസും വരുന്നുണ്ട്, വീഡിയോസും വരുന്നുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ രീതി. പിന്നെ ഇതിൽ ലോഗ് വെച്ചിട്ട് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റും. ലോഗ് വെച്ചിട്ടുള്ള ലോഗ് മോഡുണ്ട്, കളർ ടോൺ, അതായത് ഇതുപോലത്തെ ടോൺ ഡൗൺ ആയിട്ടുള്ള ഒരു വീഡിയോ എടുത്തിട്ട് നമ്മൾ ഇഷ്ടമനുസരിച്ചിട്ട് ISOയും കളേഴ്സും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ പറ്റുന്ന പരിപാടി വരുന്നുണ്ട്. പിന്നെ എന്താ, അല്ലാതെ നമുക്ക് അൾട്രാ HD, ഫാസ്റ്റ് ഷോട്ട്, സ്ലോ മോഷൻ, ലോങ് എക്സ്പോഷർ, മറ്റേ മൂണിൻ്റെ ഫോട്ടോ എടുക്കുക, എല്ലാം. ഞാൻ പിന്നെ പറയാനുള്ളത് പെർഫോമൻസിൻ്റെ കാര്യത്തിൽ 12 GB റാമാണ് ത്രൂ ഔട്ട് വരുന്നത്. 12 GB 256, 12 GB 512, 12 GB 1 TB. റാം LPDDR5X ആണ്. UFS സ്റ്റോറേജ് 4.1 ആണ്. പിന്നെ നമുക്ക് ബ്ലൂടൂത്ത് 6.0, LDAC കോഡാക്ക് വരുന്നുണ്ട്, LSDC വരുന്നുണ്ട്. ആപ്ടെക് HD, ആപ്ടെക് അഡാപ്റ്റീവ് തുടങ്ങിയ സാധനങ്ങൾ വരത്തില്ല. അത് സ്നാപ്ഡ്രാഗൺ ചിപ്സെറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ അത് വരത്തുള്ളൂ. പിന്നെന്തൊരു Wi-Fi 7, IP68 വാട്ടർ ആൻഡ് ഡസ്റ്റ് റെസിസ്റ്റൻറ്റ് എന്ന് പറയേണ്ട എല്ലാ കുന്തമുള്ള ഒരു ഫോൺ. ആകെ ഇല്ലാത്തതെന്നാണത് അൾട്രാസോണിക്കും ഇല്ല, 12 മെഗാ പിക്സൽ അൾട്രാ വൈഡ്, ഇത്രയേ ഉള്ളൂ. വേറെ ഒരിടത്തും ഷവമി കൈ വെച്ചിട്ടില്ല. വെരി നൈസ് ഫോൺ. നിങ്ങൾക്ക് അത്യാവശ്യം ഒരു അടിപൊളി ഒരു നല്ല ഫോൺ. ബെസലൊക്കെ നോക്കിയാണ് വെരി തിൻ ബെസൽസ്, കണ്ടോ, വളരെ തിന്നായിട്ടുള്ള ബെസൽസാണ് വരുന്നത്. ഇതിൻ്റെ പ്രൈസിങ് എന്ന് പറയുന്നത് 12 GB 256-ന് 2250 dirhams, 2250 ആണ് വരുന്നത്. 256 1 TB 2599 അങ്ങനെ എന്തോന്ന് പറഞ്ഞത്. ഇപ്പം ഓൺലൈനിൽ മാത്രമേ അവൈലബിൾ ഉള്ളൂ.
ഒക്ടോബർ 2 തൊട്ട് നിങ്ങളുടെ മീ സ്റ്റോർ, ഇവിടെ ദുബായിലുള്ള മീ സ്റ്റോറിൽ ബാക്കിയുള്ള റീറ്റെയിൽ പരിപാടികളൊക്കെ വരും. നിങ്ങൾക്ക് ആ വഴി നിങ്ങൾക്ക് എടുത്ത് വേണമെങ്കിൽ മേടിക്കാം. അല്ലാത്തവർക്ക് ഇപ്പോൾ നൂണിൽ, ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം ആ ലൈവ് നോക്കിയപ്പോഴാണ് നൂണിൽ ഈ സാധനം കിടപ്പുണ്ട്. അതേപോലെ ഇതിൻ്റെ അകത്തിരിക്കുന്നത് 5500 mAh ബാറ്ററിയും 90 വാട്ടിൻ്റെ വയർ ചാർജിങ്, അത് പെട്ടിയിനകത്ത് ചാർജറുണ്ട്, കേസ് വരുന്നുണ്ട്, വയർ വരുന്നുണ്ട്, പിന്നെ സിം എജക്റ്റിംഗ് ടൂൾ വരുന്നുണ്ട്, ബുക്കും പേപ്പറും, 50 വാട്ടിൻ്റെ വയർലെസ് ചാർജിങ് സപ്പോർട്ടുണ്ട്. അത് പക്ഷേ നിങ്ങൾ ഷൗമിയുടെ തന്നെ 50 വാട്ടിൻ്റെ വയർലെസ് ചാർജർ മേടിച്ചാൽ മാത്രമേ നിങ്ങൾക്കത് കിട്ടുള്ളൂ. അല്ലാത്ത വശം 15 വാട്ട് 20 വാട്ട് അങ്ങനെ അങ്ങ് പോകും. ബാറ്ററിയുടെ കേസിൽ ആരും ടെൻഷൻ അടിക്കണം. ഒരു ഫുൾ ഡേ ഒക്കെ ഈസി ആയിട്ട് 5G ഇട്ടാൽ പോലും ഒരു ഫുൾ ഡേ ബാറ്ററി ലൈഫ് ഈസി ആയിട്ട് കിട്ടും. വലുതായിട്ട് ചൂടാവുന്ന പരിപാടിയൊന്നുമില്ല. അവന്മാർ തന്നെ എന്തോ ഒരു പുതിയൊരു ടെക്നോളജി കൊണ്ടുവന്നിട്ടുണ്ട്, 3D കൂളിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്തോ ഒരു സാധനമുണ്ട്. അത്യാവശ്യം ഞാൻ ഇത് യൂസ് ചെയ്തപ്പോഴും എനിക്ക് ചൂടൊന്നും തോന്നിയില്ല. ഇറ്റ്സ് എ വെരി നൈസ് ഫോൺ. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതെന്ന് പറഞ്ഞാൽ നൂണിലുള്ള ഓഫർ 2499 ഈ സെയിം ഫോണ് മോക്ക ഗോൾഡാണ് പറയുന്നത്. ഡ്യുവൽ സിം, 5G, 12 GB റാം, 512 GB സ്റ്റോറേജ്. ഗിഫ്റ്റ് നോക്കിക്കോണേ, റെഡ്മി പാഡ് SC ഫസ്റ്റ് ഗിഫ്റ്റ്. ഇത് മോർ നോക്കട്ടെ. പിന്നെ ആക്റ്റീവ് ബാൻഡ് 2 ഷൗമിയുടെ 2 വർഷത്തെ വാറൻറ്റി, ഒരു സ്ക്രീൻ റീപ്ലേസ്മെൻറ്റിൻ്റെ സാധനം, യൂട്യൂബ്, സ്പോട്ടിഫൈ പ്രീമിയർ, ഇത് പിന്നെ ഗൂഗിൾ AI Pro എന്ന് പറയുന്ന ഒരു മിഡിൽ സാധനം. അത് മാത്രമല്ലടേ, ഇവിടെ മഗ്, പിന്നെ എന്തൊരു ഒരു പൗച്ച്, ഒരു വാളറ്റ്, അങ്ങനത്തെ സാധനങ്ങൾ, ഇത്രയും സാധനം കിട്ടും ഈ 2499 ദിറത്തിന് 512 GB. അപ്പം നിങ്ങളുടെ ഇഷ്ടം. ഇത് ബണ്ടിലാണ് കേട്ടോ, 15 Proൻ്റെ ബണ്ടിലാണ് ഈ പറയുന്നത്. 12 GB 256-ന് 2299. സോ അണ്ടർ 2500 ദിസ് ഇസ് എ റിയലി ഗുഡ് ഫോൺ. എല്ലാം 12 GB ആണ്. 1 TB 2699. ഇത് പക്ഷേ എന്നെക്കാടി ഈ പ്രൈസിന് ആ ബണ്ടിൽ എടുക്കണതാണ് നല്ലത്. ഐ റിയലി ലൈക്ക് ദിസ് ഫോൺ. നിങ്ങളും ഈ ഫോൺ മേടിച്ചവർ ഡെഫിനറ്റ്ലി നിങ്ങളുടെ വിലയേറിയ അഭിപ്രായവും നിങ്ങളുടെ റിവ്യൂവും താഴെ കമൻറ്റ് ബോക്സിൽ വന്ന് രേഖപ്പെടുത്തുക. അതാകുമ്പോൾ ഫ്യൂച്ചറിൽ ആർക്കെങ്കിലും മേടിക്കുന്നെങ്കിൽ അവർക്കത് ഹെൽപ്ഫുൾ ആയിരിക്കും. ഈ ഫോൺ നാട്ടിലൊന്നും ഇറങ്ങൂല, ഉള്ള കാര്യം അങ്ങ് പറഞ്ഞേക്കുക. നമ്മളെ നാട്ടിൽ ഇനി ഒരു ഷൗമി പ്രോഡക്റ്റ് അവരെന്തോ ഒരു റീസെറ്റ് ബട്ടൺ നെക്കിയിട്ടിരിക്കുകയാണ് ഇന്ത്യയിലുള്ള ഷൗമി. ദുബായിൽ ഒരുപാട് സാധനം. ഇനി തന്നെ ഞാൻ ഇന്നലെ ഒരു സാധനം ഞെട്ടി ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഷൗമിയുടെ പാഡ് മിനി 8.8 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ വരണം, ഒരു ചെറിയൊരു പാഡ്, ഡിമെൻസിറ്റിയുടെ ചിപ്സെറ്റൊക്കെ വരണം. ഞാൻ അത് ചെയ്യാൻ ഇത് ചെറിയ പാഡുകളില്ല. ഞാൻ തന്നെ ഇത് പുതിയ സാധനം എന്നിട്ട് അങ്ങനെ ഒരു സാധനം, അതിൻ്റെ ഒരു ഇത് ഉടനെ വരുന്നുണ്ട്. ഈ ഒരു ആഴ്ച മൊത്തം ഷൗമിയുടെ സാധനങ്ങളായി. ഷൗമിയുടെ 17 Pro നാളെ എൻ്റെ കൈ കിട്ടും, അത് വരുന്നുണ്ട്. വെരി നൈസ് ഫോണാണ്. നിങ്ങൾക്ക് ദുബായിലുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഫോൺ ഓപ്റ്റ് ചെയ്യാം. നിങ്ങളുടെ ദുബായ് ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ അവർക്ക് ഷെയർ ചെയ്യാൻ പറ്റും. സോ യാ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പോകുന്നു. ഐ ഹോപ്പ് യു ഗൈസ് എൻജോയ് ദിസ് വീഡിയോ. ബൈ ഗൈസ്, ലവ് യു ഓൾ, ടാറ്റ.